മഹാഭാരത കഥയിലെ 5ാമത്തെ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ വരെ നമ്മൾ കഥ പറഞ്ഞു നിർത്തിയത് ഗരുഡൻ്റെയും നാഗങ്ങളുടെയും ഉൽപ്പത്തിയെക്കുറിച്ചായിരുന്നു. കദ്രു, വിനീത, കശ്യപ മഹർഷിയുടെ 2 ഭാര്യമാർ, അവർ തമ്മിൽ ഒരു ബെറ്റ് വയ്ക്കുന്നു. ആ ബെറ്റിൽ വിനീത തോൽക്കുന്നു. അങ്ങനെ വിനീതയും ഗരുഡനും നാഗന്മാരുടെയും കദ്രുവിൻ്റെയും ദാസികളായിട്ടാണ് കഴിഞ്ഞിരുന്നത്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഗരുഡന് ആകെ മടുത്തു ഇവരുടെ ദാസ്യത്വത്തിൽ കഴിഞ്ഞിട്ട്. ഗരുഡൻ നേരെ പോയിട്ട് കദ്രുവിൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഇതിൽ നിന്നും മാറിക്കിട്ടാനായിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ കദ്രുവും നാഗങ്ങളും പറയുന്നു, അമരലോകത്തുള്ള അമൃതകുംഭം നീ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ദാസ്യത്വത്തിൽ നിന്നും നീയും നിൻ്റെ അമ്മയും കംപ്ലീറ്റ് ആയിട്ട് മാറ്റപ്പെടും, പിന്നെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്ന് പറയുന്നു. ഇത് കേട്ട പാടെ ഗരുഡൻ തൻ്റെ വലിയ ചിറകുകൾ വിരിച്ച് ഭയങ്കര ശക്തിയോടുകൂടി അമരലോകത്തേക്ക് പറക്കാനായി തുടങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ ഗരുഡൻ പറക്കുന്ന സമയത്ത് ഭൂമിയിൽ ആകെ വലിയ കാറ്റും കോളും ബഹളമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഗരുഡൻ്റെ ശക്തമായ ഈ ചിറകുകൾ കൊണ്ടുള്ള കാറ്റ് കാരണം ഗരുഡൻ അമരലോകത്തേക്ക് യാത്ര ഇരിക്കുന്ന സമയം തന്നെ ദേവഗുരുവായ ബൃഹസ്പതിക്ക് മനസ്സിലാകുന്നു കാര്യങ്ങൾ സ്വല്പം പിശകാണ് എന്നുള്ളത്. അദ്ദേഹം ദേവേന്ദ്രനെ വിളിച്ച് പറയുന്നു, ദേവേന്ദ്ര, ഇതുപോലെ കശ്യപ മഹർഷിയുടെ മകനായ ഗരുഡൻ നമ്മളെ ആക്രമിക്കാനായി വരികയാണ്. അവൻ ലക്ഷ്യം അമൃതകുംഭമാണ്. നീ നിൻ്റെ സൈന്യത്തെ എല്ലാം റെഡിയാക്കി നിർത്തിക്കൊള്ളുക എന്ന് പറയുന്നു. അങ്ങനെ ദേവേന്ദ്രനെ യക്ഷകിന്നര ഗന്ധർവന്മാരെ എല്ലാം വിളിക്കുന്നു, എല്ലാവരെയും റെഡിയാക്കി നിർത്തുന്നു. അപ്പോഴും ദേവേന്ദ്രൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്. കാര്യം, വർഷങ്ങൾക്ക് മുൻപ് ദേവേന്ദ്രൻ കശ്യപ മഹർഷിയുടെ ഒരു യാഗത്തിൽ സഹായിക്കാനായി ചെന്ന സമയം, ദേവേന്ദ്രനും കശ്യപ മഹർഷിയുടെ മകനാണ്. ആ സമയത്ത് കാട്ടിൽ പോയി വിറകുകൊള്ളികൾ ശേഖരിച്ചുകൊണ്ട് വരിക എന്നുള്ളതായിരുന്നു ദേവേന്ദ്രൻ്റെ ജോലി. അദ്ദേഹം കാട്ടിൽ പോയി വിറകുകൊള്ളികളൊക്കെ പറക്കി കൊണ്ടുവരുന്ന സമയത്ത് മരീചിപ മഹർഷിമാർ എന്ന് പറയുന്ന ഒരു കൂട്ടം മഹർഷിമാർ ഒരു ചുള്ളിക്കമ്പുമായി പോകുന്നത് കണ്ടു. ഈ മഹർഷിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗളിവേഴ്സ് ട്രാവലിലെ ലില്ലിപുട്സുകൾ പോലും വളരെ ചെറിയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ചെറിയ ഒരു കമ്പ് എടുക്കാൻ തന്നെ 5-6 പേര് ചേർന്ന് പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ പോകാൻ സാധിക്കത്തുള്ളൂ. ഒരു ചെറിയ കുഴിയിലുള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് കടക്കാൻ തന്നെ അവർക്ക് വലിയ നദി കടക്കുന്നത് പോലെയാണ്. അപ്പോൾ ഇത് കണ്ട ദേവേന്ദ്രൻ അവരെ കളിയാക്കിച്ചിരിക്കുന്നു. അവർക്ക് ഭയങ്കരമായ ദേഷ്യം വരുന്നു. നീയാണോ അമരലോകത്തെ രാജാവ്? ഒരാളുടെ ശരീരം കണ്ടിട്ടാണോ നീ ആൾക്കാരെ കളിയാക്കുന്നത്? നീയാണോ ദേവേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ് ഈ മഹർഷിമാർ ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. പക്ഷെ ശാപമൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ ഭയങ്കരമായ തപോബലം ഉള്ളത് കൊണ്ട് തന്നെ അവർ പിന്നെ എങ്ങാനും പോയി ശപിച്ചാൽ പോലും പണിയാവുമെന്ന് ദേവേന്ദ്രൻ അറിയാം. ദേവേന്ദ്രൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കുന്നു. നേരെ പോയി കശ്യപ മഹർഷിയുടെ അടുത്ത് പറയുന്നു, അച്ഛാ, ഇതുപോലെ ഞാൻ ഈ മരീചിപ മഹർഷിമാരെ ഇങ്ങനെ വഴി വെച്ച് കണ്ടു, അറിയാതെ അവരെ ഒന്ന് കളിയാക്കിപ്പോയി. അപ്പം അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. കൂടുതൽ ശാപമൊന്നും മേടിക്കാനായിട്ട് എനിക്ക് വയ്യ, ഞാൻ അവരുടെ അടുത്ത് വേണമെങ്കിൽ മാപ്പ് പറയാമെന്ന് പറയുന്നു. അങ്ങനെ കശ്യപ മഹർഷി പറയുന്നത് ശരിയാണ്, നമുക്ക് അവരുടെ അടുത്ത് പോയി മാപ്പ് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് ദേവേന്ദ്രനെയും കൂട്ടി അവരുടെ അടുത്ത് ചെല്ലുന്നു. മാപ്പ് പറയാനായി ശ്രമം നടത്തുന്നു. ദേവേന്ദ്രൻ മാപ്പ് പറയുകയും ചെയ്യുന്നു. എന്നാൽ മഹർഷിമാർ പറയുന്നു, നിനക്ക് നീ മാപ്പ് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിച്ചു, നല്ല കാര്യമാണ്. പക്ഷേ എന്നാൽ നിനക്ക് കുറച്ച് അഹങ്കാരമുണ്ട്. ഈ അഹങ്കാരം കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ നിൻ്റെ ദേവലോകം ഒരിക്കൽ ഒരു പക്ഷി വീരൻ വന്ന് ആക്രമിക്കും. ആ ആക്രമണത്തിൽ നീ ശരിക്കും ശക്രശ്വാസം വലിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും എന്ന് ഈ മരീചിപ മഹർഷിമാർ പറയുന്നു. അങ്ങനെ ആ എപ്പിസോഡ് കഴിഞ്ഞു. ദേവേന്ദ്രൻ അപ്പോൾ ഗരുഡൻ തന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദേവേന്ദ്രന് കാര്യം മനസ്സിലായി, ഇത് തനിക്കിട്ട് പണി തരാനുള്ള ഏർപ്പാടാണെന്ന്. അങ്ങനെ ദേവേന്ദ്രൻ ഗരുഡൻ അമരലോകത്തെത്തുന്നു. ദേവേന്ദ്രൻ്റെ സൈന്യവുമായി നിൽക്കുന്നു. കടുത്ത പോരാട്ടം എന്ന് പറഞ്ഞാൽ കടുത്ത പോരാട്ടം. ഒരു സൈഡിൽ ഗരുഡൻ മാത്രം, മറ്റേ സൈഡിൽ ദേവേന്ദ്രൻ്റെ സൈന്യം മുഴുവൻ. എന്നിട്ട് പോലും ഗരുഡന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഈ സൈന്യത്തിന് കഴിയുന്നില്ല. എല്ലാവരും ചിതറി ഓടുകയാണ്. അത്ര വലിയ ഒരു ഫൈറ്റിംഗ് എക്സ്പേർട്ടാണ് ഗരുഡൻ എല്ലാ ഫൈറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അകത്ത് പോയി അമൃതകുംഭം കൈക്കലാക്കുന്നു. അമൃതകുംഭം കൊണ്ട് പോകാനായി ഗരുഡൻ പോകുന്നു. അപ്പോൾ ദേവേന്ദ്രൻ ഈ പോകുന്ന സമയത്ത് മഹാവിഷ്ണു ഗരുഡൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് മഹാവിഷ്ണു ഭഗവാൻ ഗരുഡനോട് പറയുകയാണ്, അല്ലയോ ഗരുഡ, നീ ഭയങ്കരനായ വീരശൂര പരാക്രമിയാണ്, അത് അംഗീകരിച്ചു തരാതെ നിവൃത്തിയില്ല, എന്താണ് നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നു.
അപ്പോൾ ഗരുഡൻ പറയുന്നു, എനിക്ക് അങ്ങയുടെ കൂടെ എന്നും നിന്നാൽ മതി, അങ്ങയുടെ ഒരു ദാസനായി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് ഗരുഡൻ പറയുന്നു. അങ്ങനെ മഹാവിഷ്ണു പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഇന്ന് തൊട്ട് നീ എൻ്റെ കൊടിയടയാളമായും എൻ്റെ വാഹനമായും തുടർന്നു കൊള്ളുക എന്ന് പറഞ്ഞ് ഗരുഡനെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ അന്ന് തൊട്ട് ഗരുഡൻ മഹാവിഷ്ണുവിൻ്റെ വാഹനമായി മാറുന്നു. അപ്പോൾ ഈ മഹാവിഷ്ണുവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദേവേന്ദ്രൻ ഗരുഡനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുന്നു. അപ്പോൾ ഗരുഡൻ പറയുന്നു, അല്ലയോ ദേവേന്ദ്ര, പിന്നിൽ നിന്ന് നീ എന്തിനാണ് എന്നെ ആക്രമിക്കുന്നത്? ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, എൻ്റെ ആവശ്യം ഈ അമൃതകുംഭം കിട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദേവേന്ദ്രൻ പറയുന്നു, അത് എന്നോട് ക്ഷമിച്ചാലേ എനിക്കും തെറ്റുപറ്റിപ്പോയതാണ്, ഞാൻ പിന്നിൽ നിന്ന് ആക്രമിക്കാൻ പാടില്ലായിരുന്നു. ആ അമൃതകുംഭം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത് കാലാകാലങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ പിന്തലമുറക്കാരായ ദേവേന്ദ്രന്മാർ പാലാഴി മദനം ചെയ്ത് വച്ചിരുന്നതാണ്, ഇപ്പോൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള, അല്ലാതെ വേറെ ഗുണഗണങ്ങളൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഗരുഡൻ പറയുന്നു, എന്നിരുന്നാൽ എനിക്കിത് കൊണ്ടുപോയേ തീരൂ, കാര്യം ഇത് കൊണ്ടുപോയാൽ മാത്രമേ എനിക്കും എൻ്റെ അമ്മയ്ക്കും ദാസ്യത്വത്തിൽ നിന്നും മാറാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, എന്നാൽ ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്നു. ഗരുഡൻ അമൃതകുംഭവും കൊണ്ട് നേരെ കദ്രുവിൻ്റെ അടുത്ത് എത്തുന്നു. അപ്പോൾ അമൃതകുംഭം കണ്ടപാടെ കദ്രു പറയുന്നു, അമൃത് വന്നു, ഇനി നമ്മൾ ഒരിക്കലും മരിക്കുകയില്ല, നമ്മൾ മൃത്യു തീണ്ടാത്തവരാണ് എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾ പിന്നെ ഈ ഗരുഡൻ ഈ അമൃതകുംഭം കൊടുക്കുന്ന സമയത്ത് തന്നെ കദ്രുവും പറയുന്നു, നീയും നിൻ്റെ അമ്മയും ഇതാ ദാസ്യത്വത്തിൽ നിന്നും മോചിതരായിരിക്കുന്നു, നിങ്ങൾക്കിനി യാതൊരു പ്രശ്നമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് അമൃതകുംഭം അവിടെ കൊണ്ട് വച്ചിട്ട് ഗരുഡൻ പോയി. നാഗങ്ങളും കദ്രുവും കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞ് അമൃത് ഭക്ഷിക്കാൻ വേണ്ടി വരാനായിട്ട് അവരും പോയി. ആ സമയത്ത് അമൃതകുംഭം അവിടെ ഇരിപ്പുണ്ട്. ഈ സമയത്ത് ദേവേന്ദ്രൻ വന്ന് പതുക്കെ ഇതങ്ങ് കൈക്കലാക്കി. അന്ന് കൊതിമൂത്ത നാഗങ്ങൾ ദർപ്പയുടെ ഇലകളിൽ പോയി കൊത്തുകയും നാവ് രണ്ടായി മുറിഞ്ഞ് അന്ന് തൊട്ട് പാമ്പുകൾക്ക് നാവ് രണ്ട് സൈഡിലോട്ടായിപ്പോയി എന്നാണ് കഥ. അങ്ങനെ ഗരുഡൻ്റെ ദാസ്യത്വം മാറുന്നു. ഗരുഡൻ്റെ ദാസ്യത്വം മാറിയിട്ട് ഗരുഡൻ മഹാവിഷ്ണുവിൻ്റെ കൂടെ വാഹനമായി പോകുന്നു. നാഗങ്ങൾ മറ്റ് ജോലികൾ നോക്കി അവരും പോകുന്നു. അപ്പോൾ കദ്രു പറയും നാഗങ്ങളോട്, തൻ്റെ മക്കളോട് പറയും, ദുഃഖിക്കേണ്ട, വിഷമിക്കേണ്ട, കാര്യം നമ്മൾ ഈ ദാസ്യത്വം അവരിൽ നിന്നും നേടിയെടുത്തത് അവരെ ചതിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ ചതിയുടെ കഥ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചതിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ അവരെ ചതിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ദേവേന്ദ്രൻ ചതിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഒന്നിന് പകരം ഒന്ന് എന്നുള്ള രീതിക്ക് കണക്കാക്കിയാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ ഈ നാഗങ്ങളുടെ കഥ പറയുമ്പോൾ തന്നെ പലപ്പോഴും നമുക്ക് ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്, അപ്പോൾ ഈ നാഗങ്ങളുടെ കൂട്ടത്തിൽ വാസുകി ഉണ്ടായിരുന്നോ, ഈ നാഗങ്ങളുടെ കൂട്ടത്തിൽ അനന്തൻ ഉണ്ടായിരുന്നോ എന്നൊക്കെ. ഇവരെല്ലാം ഈ നാഗങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. ഏറ്റവും മൂത്ത ആളാണ് അനന്തൻ, രണ്ടാമത്തെ ആളാണ് വാസുകി, മൂന്നാമത്തെ ആളാണ് തക്ഷകൻ. ഈ തക്ഷകൻ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. കാര്യം കഥയിൽ പിന്നീട് വലിയ ഒരു മഹാഭാരത കഥയുടെ തന്നെ ഒരു സിറ്റുവേഷണൽ ചേഞ്ച് വരുത്തുന്നതിലൊരു കഥാപാത്രമാണ് ഈ തക്ഷകൻ എന്ന് പറയുന്നത്. ആ സമയമാകുമ്പോൾ പറയാം. ഈ മറ്റു നാഗങ്ങളുടെയും അമ്മയുടെയും പെരുമാറ്റവും സ്വഭാവവും ഒട്ടും സഹിക്കാൻ വയ്യാതെ അനന്തനും വാസുകിയും രണ്ടുപേരും തപസ്സിരിക്കുന്നു. ഒരാൾ മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുന്നു, മറ്റേ ആൾ വാസുകിയെ തപസ് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും തപസ് ചെയ്യുന്നു. വാസുകി മഹാദേവൻ്റെ മെയ്യാഭരണമായി മാറുന്നു. അനന്തൻ മഹാവിഷ്ണുവിൻ്റെ കൂടെ വൈകുണ്ഠത്തിലും പോകുന്നു. അങ്ങനെയാണ് ഈ നാഗങ്ങളുടെ കഥ. ഗരുഡൻ അമൃതകുംഭം കൊണ്ടുവന്ന് അമൃത് കുടിച്ചിരുന്നുവെങ്കിൽ നാഗങ്ങൾക്ക് മരണമില്ലാതെ ആവുമായിരുന്നു. പക്ഷെ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ ഈ ഒരു കഥ ഇങ്ങനെ ശൗനകൻ പറയുവാണ് യാഗസ്ഥാനത്തിരുന്നത്. കഥയുടെ ഒന്നാമത്തെ രണ്ടാമത്തെ സീരീസ് കണ്ടാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മഹാഭാരതം കഥ ശരിക്കും എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന്. ഒരു യാഗത്തിൽ വരുന്ന ആൾക്കാരും അവിടെ വെച്ച് കഥ പറഞ്ഞു തുടങ്ങുന്നതാണ്. ഞാൻ ആ സീരീസ് അതുപോലെ കണ്ടിന്യൂ ചെയ്ത് വരുവാണ്. അപ്പോൾ ശൗനകൻ പറയുവാണ് ഈ കഥകളെല്ലാം. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മഹർഷിമാർ ചോദിച്ചു, അല്ലയോ മഹർഷി, ഈ കഥ നടക്കാനായിട്ട് ഈ കദ്രുവും വിനീതയും കൂടെ ആദ്യം ബെറ്റ് വെച്ച
ഉച്ചശ്രവസ് എന്ന് പറയുന്ന ഒരു കുതിരയുണ്ട്. ഈ ഉച്ചശ്രവസിൻ്റെ കുതിരയുടെ വാലിൽ കറുത്തൊരു പുള്ളി ഉണ്ടോ ഇല്ലയോ എന്നതായിരുന്നു ബെറ്റ്. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഉച്ചശ്രവസ് എവിടെ നിന്നാണ് വന്നതെന്ന് പറയുന്നു. അപ്പോൾ ശൗനകൻ പറയുന്നു ഉച്ചശ്രവസ് വന്നത് പാലാഴി മദനത്തിൽ നിന്നാണെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പാലാഴി മദനത്തിൻ്റെ കഥ എന്ന് അവിടെ നിന്നവർ ചോദിക്കുന്നു. അങ്ങനെ ശൗനകൻ പാലാഴി മദനത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുന്നു. അപ്പോൾ നമ്മളും പാലാഴി മദനത്തിൻ്റെ കഥ അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള കമൻസ്, വീഡിയോ പറ്റിയുള്ള ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് പറയുക. മഹാഭാരതം കഥ എൻ്റയർലി ഒരു സീരിയസ് ആയിട്ട് പറയുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിൻ്റെ അകത്ത് നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ വ്യൂസോ കൗണ്ടോ ലൈക്കോ ഒന്നും നോക്കാറില്ല. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കമൻസിൽ പറയുക. അപ്പോൾ പാലാഴി മദനത്തിൻ്റെ കഥയുമായി അടുത്ത സീരീസിൽ വരുന്നവരിക്കും ബൈ.